മനുഷ്യനിൽ നിന്ന് പുറപ്പെടുന്നത് മനുഷ്യനെ അശുദ്ധനാക്കുന്നു എന്ന് യേശു ഒരിക്കൽ പറഞ്ഞു. മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 20 മുതൽ വായിക്കുമ്പോൾ, മനുഷ്യനിൽ നിന്ന് പുറപ്പെടുന്നതത്രേ മനുഷ്യനെ അശുദ്ധമാക്കുന്നു. പുറമേ ഉള്ളതല്ല മനുഷ്യനെ അശുദ്ധമാക്കുന്നത്, മനുഷ്യനിൽ നിന്ന് തന്നെ. ഓരോ വ്യക്തികളും ജനിച്ചപ്പോൾ തന്നെ പാപത്തിലാണ് ജനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പാസ്റ്റർമാരുടെ മക്കളായിട്ട് ജനിച്ചാലും അവർ രക്ഷിക്കപ്പെടണം, വീണ്ടും ജനിക്കണം. ഒന്നാമത്തെ ജനനം പാപത്തിൽ പിറന്നതാണ്. വീണ്ടും ജനന അനുഭവം ഉണ്ടാകണം. ആ വ്യക്തികൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കും. ഏതെങ്കിലും ഒരു കൊച്ചു കുഞ്ഞ് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വീണ്ടും ജനിച്ച കുഞ്ഞാണ്. അതുകൊണ്ട് ആ കുഞ്ഞ് അന്യഭാഷ പറയുന്നത്. അതുകൊണ്ട് അവനിൽ നിന്ന് പുറപ്പെടുന്നത് പുതിയ ഭാഷകളാണ്. വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്നത് ജീവജല നദിയാണെന്ന് യോഹന്നാൻ 7:37-38 പോലെ. അപ്പോൾ മനുഷ്യനിൽ നിന്ന് പുറപ്പെടുന്നതോ അത് മനുഷ്യനെ അശുദ്ധനാക്കി തീർക്കുന്നു. അകത്തു നിന്ന്, മനുഷ്യരുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ ദുഷിച്ച ചിന്ത, വ്യഭിചാരം, പരസംഗം, കൊലപാതകം, മോഷണം, അത്യാഗ്രഹം, ദുഷ്ടത, ചതി, ദുഷ്കർമ്മം, വിടക്ക് കണ്ണ്, അതായത് മോശമായി നോക്കുന്ന കണ്ണ്, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെടുന്നു. ഈ ദോഷങ്ങളെല്ലാം അകത്തുനിന്ന് പുറപ്പെട്ട് മനുഷ്യനെ അശുദ്ധനാക്കുന്നു എന്ന് യേശു പറഞ്ഞു. ഇത് ഉള്ളിൽ നിന്ന് വരുന്നതാണ്. അപ്പൊ ഇതെങ്ങനെ മാറും? ഇതിനൊറ്റ മാർഗം, വീണ്ടും ജനിക്കുക. യോഹന്നാൻ 3 യേശു നിക്കോദീമോസിനോട് പറഞ്ഞു, പുതുതായി ജനിക്കണം, അല്ലെങ്കിൽ ദൈവരാജ്യം കാണാൻ കഴിയില്ല. അപ്പൊ നിക്കോദീമോസ് ചോദിച്ചു, അതെങ്ങനെയാണ്? വീണ്ടും അമ്മയുടെ വയറ്റിലോട്ട് എങ്ങനെ കയറും? യേശു പറഞ്ഞു, വചനത്താലും ആത്മാവിനാലും ജനിക്കണം. ആത്മാവിൽ ജനിച്ചവൻ അങ്ങനെയാണ്. കാറ്റ് എവിടെ നിന്ന് വരുന്നു അങ്ങോട്ട് പോകുന്നതെന്ന് അറിയില്ല. ഇതുപോലെ ആത്മാവിൽ ജനിച്ചവൻ ആർക്കും മനസ്സിലാവില്ല. വീണ്ടും ജനനം എന്ന് പറഞ്ഞാൽ ആർക്കും മനസ്സിലാകില്ല. കാറ്റിനെ കാണാൻ കഴിയില്ല. എന്നാൽ വീണ്ടും ജനിച്ചവൻ അത് ആസ്വദിക്കാൻ കഴിയും. മനുഷ്യനിൽ നിന്ന് പുറപ്പെട്ടത് മനുഷ്യനെ അശുദ്ധമാക്കും. എന്നാൽ വീണ്ടും ജനിച്ച വ്യക്തി മനുഷ്യനല്ല, ദൈവമക്കളാണ്. മനുഷ്യന്റെ മക്കളാണ് മനുഷ്യ മക്കൾ. ദൈവത്തിൽ നിന്ന് ജനിച്ചത് ദൈവമക്കളാണ്. മനുഷ്യനിൽ നിന്ന് പുറപ്പെടുന്നത് മനുഷ്യനെ അശുദ്ധമാക്കും. ദൈവമക്കളിൽ നിന്ന് പുറപ്പെടുന്നതോ മറ്റുള്ളവരെ ശുദ്ധമാക്കും, മറ്റുള്ളവരെ ജീവിപ്പിക്കും, സ്വന്തം ജീവിതത്തെ നല്ലതാക്കും. ഈ സത്യങ്ങളിൽ ജീവിക്കാൻ ദൈവം കൃപ തരട്ടെ. ഇന്ന് നമുക്ക് ചേർന്ന് പാടി യേശുവിനെ ആരാധിക്കാം. നിൻ സ്നേഹത്താൽ എന്നെ മറയ്ക്കണേ യേശുവേ, നിൻ ശക്തിയാൽ എന്നെ പൊതിയണേ യേശുവേ, നിൻ സാന്നിധ്യം എന്നെ നടത്തണേ യേശുവേ, അങ്ങേ ദർശിപ്പാൻ എനിക്കാവണേ യേശുവേ. യേശുവേ, അങ്ങില്ലെങ്കിൽ എൻ ജീവിതം വെറും ശൂന്യമേ. യേശുവേ, അങ്ങിലറിയുവാൻ എന്നെ മുഴുവനായി സമർപ്പിക്കുന്നേ. യേശുവേ, അങ്ങില്ലെങ്കിൽ എൻ ജീവിതം വെറും ശൂന്യമേ. യേശുവേ, അങ്ങിലറിയുവാൻ എന്നെ മുഴുവനായി സമർപ്പിക്കുന്നേ. എന്നെ മുറ്റും നീ കഴുകണമേ യേശുവേ, നിന്നോട് ചേർന്നു ജീവിപ്പാൻ ഇടയാക്കണേ. എന്നെ മുറ്റും നീ കഴുകണമേ യേശുവേ, നിന്നോട് ചേർന്നു ജീവിപ്പാൻ ഇടയാക്കണേ. നിൻ സ്നേഹത്താൽ എന്നെ മറയ്ക്കണേ യേശുവേ, നിൻ ശക്തിയാൽ എന്നെ പൊതിയണേ യേശുവേ, നിൻ സാന്നിധ്യം എന്നെ നടത്തണേ
ദർശിപ്പാൻ എനിക്കാവണേ എന്നേശുവേ. യേശുവേ, അങ്ങില്ലെങ്കിൽ എൻ ജീവിതം വെറും ശൂന്യമേ. യേശുവേ, അങ്ങിലറിയുവാൻ എന്നെ മുഴുവനായി സമർപ്പിക്കുന്നേ. യേശുവേ, അങ്ങില്ലെങ്കിൽ എൻ ജീവിതം വെറും ശൂന്യമേ. യേശുവേ, അങ്ങിലറിയുവാൻ എന്നെ മുഴുവനായി സമർപ്പിക്കുന്നേ. എന്നെ മുറ്റും നീ കഴുകണമേ യേശുവേ. നിന്നോട് ചേർന്നു ജീവിപ്പാൻ ഇടയാക്കണേ. എന്നെ മുറ്റും നീ കഴുകണമേ യേശുവേ. നിന്നോട് ചേർന്നു ജീവിപ്പാൻ ഇടയാക്കണേ. എന്നിലെ ദുഃഖങ്ങൾ, എന്നിലെ വേദന നിന്നോട് ചേരുമ്പോൾ ഉരുകി മാറും. എൻ ബലഹീനത, എൻ പാപരോഗങ്ങൾ നിന്നിൽ വസിക്കുമ്പോൾ മറന്നു പോകും. യേശുവേ, അങ്ങില്ലെങ്കിൽ എൻ ജീവിതം വെറും ശൂന്യമേ. യേശുവേ, അങ്ങിലറിയുവാൻ എന്നെ മുഴുവനായി സമർപ്പിക്കുന്നേ. യേശുവേ, അങ്ങില്ലെങ്കിൽ എൻ ജീവിതം വെറും ശൂന്യമേ. യേശുവേ, അങ്ങിലറിയുവാൻ എന്നെ മുഴുവനായി സമർപ്പിക്കുന്നേ. എന്നെ മുറ്റും നീ കഴുകണമേ യേശുവേ. നിന്നോട് ചേർന്നു ജീവിപ്പാൻ ഇടയാക്കണേ. എന്നെ മുറ്റും നീ കഴുകണമേ യേശുവേ. നിന്നോട് ചേർന്നു ജീവിപ്പാൻ ഇടയാക്കണേ. യേശുവേ, നിങ്ങളുടെ ജീവിതത്തിലെ ശൂന്യത മാറണമെങ്കിൽ അങ്ങേക്ക് മാത്രമേ അത് കഴിയത്തുള്ളൂ. ഈ ഭൂമിയിൽ സമ്പത്ത് നേടിയാലും പ്രശസ്തി നേടിയാലും പണം നേടിയാലും എന്തെല്ലാം നേടിയാലും അതൊന്നും ഞങ്ങൾക്ക് തൃപ്തി വരില്ല. അങ്ങ് ഞങ്ങളുടെ ജീവിതത്തെ മുഴുവനൊന്ന് നിറയ്ക്കണമേ കർത്താവ്. അങ്ങേക്ക് മാത്രമേ ഞങ്ങളെ നിറയ്ക്കാൻ കഴിയത്തുള്ളൂ. യേശുവെ, ഞങ്ങളെ തരുന്നു, ഞങ്ങളെ സമർപ്പിക്കുന്നു. ഒന്ന് ചേർന്ന് പാടാം. യേശു അങ്ങില്ലെങ്കിൽ, യേശുവേ അങ്ങില്ലെങ്കിൽ എൻ ജീവിതം വെറും ശൂന്യമേ. യേശുവേ, അങ്ങിലറിയുവാൻ എന്നെ മുഴുവനായി സമർപ്പിക്കുന്നേ. യേശുവേ, അങ്ങില്ലെങ്കിൽ എൻ ജീവിതം വെറും ശൂന്യമേ. യേശുവേ, അങ്ങിലറിയുവാൻ എന്നെ മുഴുവനായി സമർപ്പിക്കുന്നേ. യേശുവേ, അങ്ങില്ലെങ്കിൽ എൻ ജീവിതം വെറും ശൂന്യമേ. യേശുവേ, അങ്ങിലറിയുവാൻ എന്നെ മുഴുവനായി സമർപ്പിക്കുന്നേ. യേശുവേ, അങ്ങില്ലെങ്കിൽ എൻ ജീവിതം വെറും ശൂന്യമേ. യേശുവേ, അങ്ങിലറിയുവാൻ എന്നെ മുഴുവനായി സമർപ്പിക്കുന്നേ. എന്നെ മുറ്റും നീ കഴുകണമേ യേശുവേ. നിന്നോട് ചേർന്നു ജീവിപ്പാൻ ഇടയാക്കണേ. എന്നെ മുറ്റും നീ കഴുകണമേ യേശുവേ. നിന്നോട് ചേർന്നു ജീവിപ്പാൻ ഇടയാക്കണേ. നിന്നോട് ചേർന്നു ജീവിപ്പാൻ ഇടയാക്കണേ. നിന്നോട് ചേർന്നു ജീവിപ്പാൻ ഇടയാക്കണേ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം
15 വാക്യം. യോഹന്നാൻ അവനെക്കുറിച്ച് സാക്ഷീകരിച്ചു. സ്നാപക യോഹന്നാൻ, എൻ്റെ പിന്നാലെ വരുന്നവൻ എനിക്ക് മുമ്പനായി തീർന്നു, അവൻ എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞവൻ ഇവൻ തന്നെ എന്ന് വിളിച്ചു പറഞ്ഞു. യോഹന്നാൻ യോർദാനിൽ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞ വാക്കുകൾ യേശുവിൻ്റെ ശിഷ്യനായ യോഹന്നാൻ എടുത്തു പറയുകയാണ്. അതായത് യോഹന്നാൻ അവനെക്കുറിച്ച് സാക്ഷീകരിച്ചു, എൻ്റെ പിന്നാലെ വരുന്നവൻ എനിക്ക് മുമ്പനായി തീർന്നു, അവൻ എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നു. വചനത്തെക്കുറിച്ച് പറയുകയാണ്. യോഹന്നാൻ ജനിച്ച് 6 മാസം കഴിഞ്ഞപ്പോഴാണ് യേശു ജനിച്ചത്. 6 മാസം മുമ്പാണ് യോഹന്നാൻ. അപ്പൊ യോഹന്നാൻ ജനിക്കാൻ കാരണം തന്നെ യേശുവിന് വേണ്ടി ജനിച്ചതാണ് അവൻ. യോഹന്നാൻ എന്തിനു വേണ്ടി ജനിച്ചു? യേശുവിന് വേണ്ടി ജനിച്ചു, വചനത്തിന് വേണ്ടി ജനിച്ചു. വചനത്തെ ചൂണ്ടിക്കാണിക്കാൻ. വചനത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, എന്നാൽ വചനത്തെ ആദ്യമായി ചൂണ്ടിക്കാണിച്ചത്, പരസ്യമായി ചൂണ്ടിക്കാണിച്ചത് യോഹന്നാനാണ്. വചനത്തെ കാണിച്ചു കൊടുത്തു. ആദ്യം മുതലുള്ള വചനം, എല്ലാവരുടെയും ജീവിതത്തെ മാറ്റിയ വചനം, ഇസ്രായേൽ മക്കളെ ബന്ധനത്തിൽ നിന്ന് വിടുവിച്ച വചനം, സകലത്തെ ഉളവാക്കിയ വചനം, ഇരുളിനെയും വെളിച്ചത്തെയും തമ്മിൽ വേർതിരിച്ച വചനം. ആർക്കും കാണാൻ കഴിയുന്നില്ല, എന്നാൽ മനുഷ്യനായി വന്നാൽ ആർക്കും അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്നാൽ യേശുവിനെ കാണിച്ചു കൊടുക്കാൻ മാത്രം ഒരുവൻ പറന്നു. ഒരു ചോദ്യം, നമ്മൾ എന്തിനു പറഞ്ഞതാ? നമ്മളും ജനിച്ചത് ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടിനെ കാണിച്ചു കൊടുക്കാനാണ്. യേശുവിനെ ചൂണ്ടിക്കാണിക്കാനാണ് നമ്മുടെ വിളി. അത് നമ്മൾ പറഞ്ഞ യോഹന്നാൻ ആ വിളിയായിരുന്നു. അല്ല, യോഹന്നാന് മാത്രമല്ല. യേശു പറഞ്ഞു, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവനില്ല. അപ്പോൾ സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഏറ്റവും വലിയവൻ രാജ്യം ഭരിച്ചില്ല, ദേവാലയത്തിലെ മഹാപുരോഹിതനായിട്ടിരുന്നില്ല, രാജ്യത്തിന്റെ ഗവർണറായിരുന്നില്ല, ഭൂമിയിൽ ഏറ്റവും വലിയ സമ്പന്നനായിരുന്നില്ല. അതിനേക്കാൾ വലിയൊരു ജോലിയാണ് സ്ത്രീകളിൽ നിന്ന് ജനിച്ചതിൽ ഏറ്റവും വലിയവന് കിട്ടിയത്. സാക്ഷാൽ വചനത്തെ ചൂണ്ടിക്കാണിക്കുക. നമ്മുടെ എല്ലാവരുടെയും ജോലി വചനത്തെ ചൂണ്ടിക്കാണിക്കുക. വചനം ജഡമായി തീർന്നില്ലേ? കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്ത് ജീവിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിക്കുക. അതുകൊണ്ട് ആ പത്രോസ്, മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടാൻ ആകാശത്തിന്റെ കീഴിലെ മനുഷ്യരുടെ ഇടയിൽ വേറൊരു നാമവുമില്ലെന്ന് പറഞ്ഞു. എബ്രായ ലേഖൻ പറയുന്നു, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായി യേശുവിനെ നോക്കുക, ചൂണ്ടിക്കാണിക്കുക. പ്രിയമുള്ളവരെ, നമ്മുടെ വിളി യേശുവിനെ കാണിക്കുക എന്നുള്ള. നമ്മൾ ജനിച്ചത് അതിനാണ്. ഈ ഭൂമിയിൽ അമ്മയുടെ ഉദരത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് വന്നത് ഈ വചനത്തെ എല്ലാവർക്കും പരിചയപ്പെടുത്താനാണ്. കയ്യിലൊരു ബൈബിൾ ഉണ്ടെന്ന് കരുതിയ ഞായറാഴ്ച മാത്രം തുറന്ന് ഒരധ്യായം വായിച്ചിട്ട് കിടന്നുറങ്ങാനുള്ളതല്ല. ഈ വചനം ഏകാഗ്രതയോടെ വായിച്ച് ധ്യാനിച്ച് പ്രാപിച്ച് മറ്റുള്ളവർക്കത് കൊടുക്കണം. ബില്ലി ഗ്രഹാം എന്ന ഭൂമിയിലെ ഏറ്റവും പ്രഗത്ഭനായിരുന്ന ദൈവദാസൻ എന്നാണ് അറിയപ്പെടുന്നത്. ബില്ലി ഗ്രഹാം ഏറ്റവും കൂടുതൽ ആൾക്കാരെ യേശുവിലേക്ക് നേടിയ ഒരു മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ 90 വയസ്സ് കഴിഞ്ഞപ്പോൾ ഒരു ഇൻ്റർവ്യൂവിൽ കസേരയിൽ ഇരിക്കുന്ന വൃദ്ധനായ മനുഷ്യനോട് ഇൻ്റർവ്യൂ നടത്തിയവർ ചോദിച്ചു, ഇനി ഒരു 100 വർഷം കൂടി ദൈവം തന്നിരിക്കട്ടെ ആരോഗ്യത്തോടെ, എന്ത് ചെയ്യും? അദ്ദേഹം പറഞ്ഞു, ഞാൻ വേദപുസ്തകം ഒരു 200 പ്രാവശ്യമെങ്കിലും കുറഞ്ഞത് വായിച്ച് ധ്യാനിച്ച് അതിനകത്തുള്ള ദൈവ സാന്നിധ്യത്തെ ഈ ഭൂമിയിലുള്ള മനുഷ്യർക്ക് ഞാൻ കൊടുക്കും. എത്ര വലിയൊരു പ്രസ്താവനയാണ്. എനിക്കൊരു 100 വർഷം കിട്ടിയാൽ
ഇത് കേൾക്കുന്ന പ്രായമുള്ള പലർക്കും ഉണ്ട്, എനിക്കൊരു 10 വർഷം കൂടി കിട്ടിയിരുന്നെങ്കിൽ. സാരമില്ല, ഇപ്പോഴുള്ള സമയത്തെ നമുക്ക് തക്കത്തിൽ ഉപയോഗിക്കാം. യോഹന്നാന്റെ ജോലി യേശുവിനെ കാണിച്ചു കൊടുക്കുക. അവൻ്റെ ജീവിതം മുഴുവനും അതിനു വേണ്ടി വേർതിരിച്ചു. അപ്പൻ പുരോഹിതനായിരുന്നു. അപ്പൻ്റെ കുപ്പായം വീട്ടിലിരിപ്പുണ്ട്. അതെടുത്തിട്ട് ദേവാലയത്തിൽ നിന്നാൽ വലിയ ബഹുമാനത്തോടെ ജീവിക്കാം, ദീർഘായുസോടെ ജീവിക്കാം. എന്നാൽ യോഹന്നാന് തൻ്റെ വിളി അറിയാം. പലർക്കും വിളിയും തെരഞ്ഞെടുപ്പും എന്താണെന്ന് അറിയില്ല. പത്രോസ് പറയും, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും അധികം ഉറപ്പാക്കാൻ ശ്രമിക്കാൻ. യോഹന്നാന് വിളി അറിയാം. അതുകൊണ്ട് യോഹന്നാൻ എല്ലാവരും ചെയ്തില്ല, തൻ്റെ അപ്പൻ്റെ രീതി ഫോളോ ചെയ്തില്ല, നേരെ മരുഭൂമിയിലേക്ക് പോയി. കാട്ടുതേനും വെട്ടുക്കിളിയുമായിരുന്നു ആഹാരം. ദിവസങ്ങൾ പ്രാർത്ഥനയിലായിരുന്നു, നാളുകൾ. തിരിച്ചു വന്നത് ദൈവത്തിൻ്റെ അരുളപ്പാടുകളുമായിട്ടാണ്. ആൾക്കാർ വന്നിട്ട് യോഹന്നാനോട് ചോദിച്ചു, നീ ആരാണ്? നീ ക്രിസ്തുവാണോ? അല്ല. നീ ഇരമ്യാവാണോ? ഏലിയാവാണോ? അല്ല. നീ മറ്റേ പ്രവാചകനാണോ? അല്ല. പിന്നെ നീ എന്തിനാ സ്നാനം കഴിപ്പിക്കുന്നത്? യോഹന്നാൻ പറഞ്ഞു, ഞാൻ മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന ശബ്ദമാണ്. ഞാനൊരു ശബ്ദം മാത്രമാണ്. എൻ്റെ ശബ്ദത്തിൽ ഒറ്റ കാര്യമേ ഉള്ളൂ, എന്നേക്കാൾ വലിയവൻ പുറകെ വരുന്നു. അവൻ്റെ ചെരുപ്പ് കുനിഞ്ഞഴിക്കാൻ ഞാൻ യോഗ്യനല്ല. യേശുവിൻ്റെ വലിപ്പം ജനങ്ങളുടെ ഇടയിൽ പരിചയപ്പെടുത്തിയത് യോഹന്നാനാണ്. കാരണം യോഹന്നാൻ മഹാശ്രേഷ്ഠനായി യഹൂദന്മാർ വിചാരിച്ചു. എല്ലാ നാട്ടിൽ നിന്ന് യോഹന്നാന്റെ അടുക്കലേക്ക് സ്നാനപ്പെടാൻ പരീശന്മാരും സദൂക്യരും പട്ടാളക്കാരും സകല ജനങ്ങളും വന്നു. യോഹന്നാൻ ഒരു മയവുമില്ലാതെ അവരോട് സംസാരിച്ചു. സർപ്പസന്തതികളെ, വന്നു നിൽക്കുന്ന എല്ലാവർക്കും ഒരൊറ്റ അഭിസംബോധനയുള്ളു, ബഹുമാനപ്പെട്ട നാട്ടുകാരെ എന്നല്ല വിളിച്ചത്, സർപ്പസന്തതികളെ. കത്തോലിക്ക ബൈബിളിൽ പറയുന്ന അണലിയുടെ കുഞ്ഞുങ്ങളെ, ജന്മനാ പാപത്തിൽ പിറന്നവരെ, വരുവാനുള്ള കോപത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ നിങ്ങളെ ഉപദേശിച്ചതാര്? നിങ്ങളുടെ എല്ലാം നിങ്ങളാകുന്ന വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ കോടാലി വെച്ചിട്ടുണ്ട്, നല്ല ഫലം കാഴ്ചയിൽ വെട്ടിക്കളയും ദൈവം. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവരുടെ ഇടയിൽ നിന്നൊരു ചെറുപ്പക്കാരൻ നടന്നു വരുന്നു. കാണലും യോഹന്നാൻ വിറക്കാൻ തുടങ്ങി. വെള്ളത്തിൽ നിൽക്കുകയാണ്. എല്ലാവരും വിചാരിച്ച് യോർദാനിലെ വെള്ളത്തിന്റെ തണുപ്പാണെന്ന്. അല്ല, യോഹന്നാൻ യേശുവിനെ ചൂണ്ടിക്കാണിച്ചു, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കാൻ എന്നെ അയച്ചവൻ എന്നോട് പറഞ്ഞു, ആരുടെ മേൽ പരിശുദ്ധാത്മാവ് പ്രാവ് പോലെ ഇറങ്ങുമോ അവൻ നിങ്ങളെ തീയിൽ സ്നാനം കഴിപ്പിക്കും. എൻ്റെ സ്നാനം ഒന്നുമല്ല, എൻ്റെ സ്നാനം കൊണ്ട് ഞാൻ യേശുവിനെ പരിചയപ്പെടുത്തുകയാണ്, നിങ്ങളെ മനസ്സിനെ തിരിക്കുകയാണ്. നിങ്ങൾ മാനസാന്തരപ്പെട്ടാൽ മാത്രമേ യേശുവിനെ മനസ്സിലാകൂ. ഞാൻ മാനസാന്തര സ്നാനം കഴിപ്പിക്കുന്നു, നിങ്ങൾ മാനസാന്തരപ്പെടുക, എന്നിട്ട് യേശുവിനെ നോക്കുക. മാനസാന്തരപ്പെട്ടത് കൊണ്ട് തീർന്നില്ല. മാനസാന്തരപ്പെടുമ്പോഴാണ് കള്ളുകുടി നിർത്തുന്നതും സിഗരറ്റ് വലി നിർത്തുന്നതും എല്ലാം. എന്നാൽ അന്ന് മുതലാണ് യേശുവിലേക്ക് നോക്കേണ്ടത്. ചിലർ പിന്നെ പ്രാർത്ഥനയ്ക്ക് വരില്ല, കള്ളുകുടി മാറി, സിഗരറ്റ് വലിക്കുന്നില്ല, ആവശ്യമില്ലാത്ത ഒരു ചീത്ത സ്വഭാവവും ഇല്ല, വീട്ടിൽ തന്നെ ഉണ്ട്. യേശുവിനെ നോക്കുന്നില്ല, വചനത്തിലേക്ക് നോക്കുന്നില്ല. മാനസാന്തരപ്പെട്ടാൽ പിന്നെ തുടങ്ങേണ്ടതാണ് യേശുവിനെ നോക്കുക. യേശു വെള്ളത്തിലോട്ട് ഇറങ്ങിച്ചെന്നപ്പോൾ യോഹന്നാൻ വിറക്കാൻ തുടങ്ങി, നീ എന്നെ സ്നാനപ്പെടുത്ത. യോഹന്നാൻ യേശുവിനോട് പറഞ്ഞു. അപ്പൊ യേശു പറഞ്ഞു, ഇപ്പോൾ സമ്മതിക്കുക, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്കുചിതം. എനിക്കുചിതമെന്നല്ല, നമുക്ക്.
നമുക്കിതെല്ലാം നീതിയും നിവർത്തിക്കാം. അങ്ങനെ യോഹന്നാൻ യേശുവിനെ അനുസരിച്ചു. വരുമ്പോഴേ യേശുവിനെ കുറിച്ച് അവർ ഉറക്കെ വിളിച്ചു പറഞ്ഞു. അവൻ്റെ ചെരുപ്പ് കുനിഞ്ഞ് അഴിക്കാൻ, അവൻ്റെ ഷൂവിൻ്റെ ലേസ് കെട്ടാൻ പോലും എനിക്ക് യോഗ്യതയില്ല. സാധാരണ അടിമകളാണ്, എല്ലാ വീടുകളിലും അടിമകളുള്ള കാലമാണെന്ന്. വീട്ടിലേക്ക് യജമാനൻ വരുമ്പോൾ അടിമകൾ ഓടിച്ചെന്ന് ചെരുപ്പിൻ്റെ വാറഴിക്കും, എന്നിട്ട് കാല് കഴുകി തുടച്ച് അകത്ത് കയറ്റും. അതാണ് കാനാവിലെ കല്യാണ വീട്ടിലൊക്കെ കൽഭരണികൾ ഉണ്ടായത്. വെളിയിൽ വരുന്നവരുടെ കാല് ഈ അടിമകളാ കഴുകുന്നത്. ഒരു കല്യാണം നടന്നാൽ അവിടെ അടിമകൾ നിന്ന് കാല് കഴുകി കയറ്റും അതിഥികളെ. അത് ഏറ്റവും കുറഞ്ഞ പണിയാണ്, അടിമകൾ ചെയ്യുന്നതാണ്. യോഹന്നാൻ പറഞ്ഞു, ആ കുറഞ്ഞ പണി പോലും നിനക്ക് വേണ്ടി ചെയ്യാൻ എനിക്ക് യോഗ്യതയില്ല. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഏറ്റവും വലിയവനായി യോഹന്നാന് പോലും അവന്റെ കണ്ണിന്റെ മുമ്പിൽ പറയണേ, എനിക്കത് കഴിയില്ല, നീ വചനമാണ്, സകലത്തെ ഉണ്ടാക്കിയവനാണ്. യേശുവിൻ്റെ വലിപ്പം അന്നുള്ള ജനത്തെ കാണിച്ചു കൊടുത്തത് യോഹന്നാനാണ്. ഇത് കേട്ടപ്പോൾ, ഇതൊക്കെ കേട്ട കൂട്ടത്തിൽ ആ രക്തസ്രാവക്കാരത്തിയൊക്കെ ഉണ്ട്. അവൾ ഇങ്ങനെ പറഞ്ഞു, അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലെങ്കിലും തൊട്ടാൽ എനിക്ക് സൗഖ്യമാകുമെന്ന് പറഞ്ഞ് പുറകിലൂടെ വന്ന് യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ട് അവൾ സൗഖ്യമായി പറഞ്ഞു. കാരണം ഇങ്ങനെ പരിചയപ്പെടുത്തിയത് യോഹന്നാനാണ്. സുറഫോനിക്യ വംശജയായ ഒരു സ്ത്രീ, അവൾ യേശുവിൻ്റെ അടുത്ത് വന്നു, പുറകെ നടന്നു. കർത്താവേ, എൻ്റെ കുഞ്ഞിന് ബാധയാണ്, സൗഖ്യമാക്കണം. അവൾ സ്കൂളിൽ പോകുന്നില്ല, അവൾക്ക് പഠിക്കാൻ പോകാൻ പറ്റുന്നില്ല, അവളുടെ പല വർഷങ്ങളും പോയി, കിടന്ന കിടപ്പാണ്, വല്ലാത്ത രോഗമാണ്, നീ സൗഖ്യമാക്കണം. യേശു മിണ്ടിയില്ല. ശിഷ്യന്മാർ വെറുതെ അവ പെണ്ണ് പുറകെ വരുന്നു, പറഞ്ഞുവിട്, ഇസ്രായേൽ കാണാതെ പോയ ആടിൻ്റെ അടുക്കലേക്കല്ലാതെ എന്നെ വിട്ടിട്ടില്ല. യേശുവിനെ അറിയും ഇവള് പോകത്തില്ലെന്ന്. ഇവളുടെ വിശ്വാസത്തെ പുറത്തെടുക്കുകയാണ് യേശു. പല തടസ്സങ്ങളും നമ്മുടെ വിശ്വാസത്തെ പുറത്തെടുക്കുന്നതാണ്. പിന്നെ അവള് കർത്താവേ എന്നെ സഹായിക്കണേന്ന് വന്ന് ആരാധിച്ചു. ഉടനെ യേശു പറഞ്ഞു, മക്കളെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കുന്ന നന്നല്ല. ഉടനെ അവൾ മറുപടി പറഞ്ഞു, ഫെയ്ത്ത് റിലീസ് ചെയ്തു. കർത്താവേ, ഈ ഉടയവന്മാരുടെ മേശയിൽ നിന്ന് അവരുടെ കുഞ്ഞുങ്ങൾ കഴിച്ചതിൻ്റെ നുറുക്കുകൾ താഴെ വീഴുന്നത് നക്കുന്നത് പട്ടികളാണ്, നായ്ക്കുട്ടികളാണ്. അതുകൊണ്ട് എനിക്ക് സൗഖ്യത്തിൻ്റെ മുഴുവനും ഒരപ്പം വേണ്ട, ഒരു നുറുക്ക് കിട്ടിയാൽ മതി. നീ ആരെന്ന് എനിക്കറിയാം. മകളെ, നിന്റെ വിശ്വാസം വലുത്. ഉടനെ ആ കുഞ്ഞ്, കിലോമീറ്ററുകൾക്കപ്പുറമുള്ള ആ കുഞ്ഞ് സൗഖ്യമായി. അവൾ അടുത്ത ദിവസം സ്കൂളിൽ പോയി. ടീച്ചർമാർക്ക് അതിശയം, ഈ കുഞ്ഞ് ജീവിച്ചോ? ഇത് മരിച്ചു പോകേണ്ട കുഞ്ഞാണല്ലോ. ഇന്നും അത് നടക്കുന്നു വിശ്വാസത്താൽ. യോഹന്നാനാണ് യേശുവിനെ വലിപ്പത്തിൽ കാണിച്ചു കൊടുത്തത്. നമ്മുടെ ജോലി യേശുവിൻ്റെ വലിപ്പം, അതിനാണ് ആരാധിക്കുന്നത്. പ്രൈസ് ജനറേഷൻ ചർച്ച് യേശുവിൻ്റെ വലിപ്പത്തെ കാണിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്തൊരു കൂട്ടായ്മയാണ്. ആ പേര് കർത്താവ് എനിക്ക് തന്നതാണ്, പ്രൈസ് ജനറേഷൻ. അവനെ സ്തുതിക്കുക, യേശുവിനെ അവൻ്റെ നാമത്തിന് തക്ക മഹത്വം കൊടുക്കുക. അങ്ങനെ കൊടുക്കും തോറും നമ്മുടെ ജീവിതം മാറും. യേശുവിൻ്റെ വലിപ്പം പലർക്കും അറിയില്ല. അവൻ അൽഫയും ഒമേഗയുമാണ്. ഇന്നലെ ഇന്നും എന്നേക്കും അനന്യനാണ്. തൻ്റെ അടുക്കൽ വരുന്നവരെ തള്ളിക്കളയാത്തവനാണ്. അമ്മയുടെ ഉദരത്തിൽ ഉണ്ടാകുന്നതിന് മുമ്പ് നമ്മളെ കണ്ടവനാണ്. അവൻ അസാധ്യമായിട്ടൊന്നുമില്ലെന്ന് ഞാൻ നിങ്ങളോട് പറയുമ്പോൾ അത് അവൻ്റെ വലിപ്പമാണ്. യോഹന്നാൻ പറഞ്ഞു, അവൻ എനിക്ക് മുമ്പുണ്ടായിരുന്നു, എന്നാൽ എന്നേക്കാൾ എനിക്ക് മുമ്പനായി തീർന്നു. അതിങ്ങനെയാണ്. യോഹന്നാൻ അവനെക്കുറിച്ച് പറഞ്ഞു, എൻ്റെ പിന്നാലെ വരുന്നവൻ എനിക്ക് മുമ്പനായി തീർന്നു. യേശു പലതിൻ്റെ പുറകെയാണ് വന്നത്, എന്നാൽ എല്ലാറ്റിലും മുമ്പനായി മാറി. ഈ ഭൂമിയിൽ ഒത്തിരി മഹാന്മാർ വന്നു. മോശ വന്നു, അബ്രഹാം വന്നു. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, അവരെല്ലാം വലിയ ശ്രേഷ്ഠന്മാരായി. മോശ
ഏലിയാവ്, പഴയ നിയമ വിശുദ്ധന്മാർ, ദാവീദ്, ഇവരെല്ലാം അബ്രഹാമിൻ്റെ കുടുംബത്തിൽ ലോക ചരിത്രത്തിൽ മുമ്പന്മാരായിരുന്നു. യേശു വന്നപ്പോൾ യേശു എല്ലാവരെയും കടത്തിവെട്ടി. പുറകെയാണ് വന്നത്, എന്നാൽ യേശു മുൻപിൽ വന്നു. കാരണം വചനമെന്നും ഒരിക്കലും പുറകെ കിടക്കില്ല, വചനം മുന്നിൽ വരും. വചനത്തിന് പുറകിൽ കിടക്കാൻ കഴിയില്ല. ഇതുപോലെ വചനത്തിൽ നിറഞ്ഞവർക്കും ഒരു കാര്യത്തിലും പുറകിൽ കിടക്കാൻ കഴിയില്ല. നീ വചനപ്രകാരം യേശുവിനെ സ്വീകരിച്ച വ്യക്തിയാണ്. നിന്റെ കുടുംബത്തിൽ വെച്ച് നീ ആയിരിക്കും മുന്നിൽ വരുന്നത്. പുറകിൽ നിന്നായിരിക്കും നീ തുടങ്ങിയത്. നിങ്ങളുടെ വീട്ടിലെ പലരും അമേരിക്ക, ഇംഗ്ലണ്ട്, കാനഡ എല്ലായിടത്തും ഉണ്ടാകും. നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആരുമില്ല, സാരമില്ല. വചനത്തിൽ നിന്നോ നിങ്ങൾ അവരെക്കാൾ മുൻപിൽ വരും. ഭൗതികത്തിൽ, ആരോഗ്യത്തിൽ, സമ്പത്തിൽ, സമാധാനത്തിൽ, അഭിഷേകത്തിലെല്ലാം നിങ്ങൾ മുൻപിൽ വരും. വിശ്വസിക്കുക. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം മുതൽ നിങ്ങളോട് സംസാരിക്കാൻ കർത്താവ് എന്നോട് പറഞ്ഞു. ഇതിൽ നിന്ന് എത്രയോ ദൂതുകളാണ് ദൈവം എനിക്ക് തരുന്നത്. നിങ്ങളുടെ ജീവിതം മാറും. ജീസസ് എവരി ഡേ, അവൻ മുൻപിലായി മാറും. എല്ലാ ദിവസവും യേശുവിനെ ധ്യാനിച്ചോ, ഏറ്റവും പുറകിൽ കിടക്കുന്ന നിങ്ങൾ ഏറ്റവും മുൻപിൽ വരും. വിശ്വസിക്കുക. അവൻ എനിക്ക് മുമ്പുണ്ടായിരുന്നു, അവൻ എൻ്റെ പിന്നാലെയാണ് തുടങ്ങിയത്. ഇപ്പോൾ ഇതാ എന്നേക്കാൾ മുൻപിലെത്തിയവൻ എനിക്ക് മുമ്പനായി തീർന്നു. യേശു അന്ന് ഒരു അത്ഭുതവും ചെയ്തിട്ടില്ലെന്ന് ഓർക്കണം. അതിനു മുമ്പേ യോഹന്നാൻ ഈ വെളിപ്പാട് കിട്ടി. ഞാൻ വെറും ശബ്ദമാണ്, അവൻ വളരണം, ഞാൻ കുറയണം. യോഹന്നാൻ ഒരു അത്ഭുതവും ചെയ്തില്ല. കാരണം ആരും യോഹന്നാനെ ശ്രദ്ധിക്കരുത്, യോഹന്നാനെ ആരും ആരാധിക്കരുത്, യോഹന്നാനെ ഒരു ലീഡറായി കാണരുത്. യേശുവിലേക്ക് എല്ലാവരെയും ഫോക്കസ് ചെയ്യിച്ചു. എന്നാൽ യേശുവിനെ കൈക്കൊണ്ടവർ അത്ഭുത അടയാളവും ചെയ്തു. കാരണം പൗലോസ് പിന്നെ പറഞ്ഞു, എന്നെ നോക്ക്, എന്നിൽ യേശു ഉണ്ട്. കാരണം യേശു അവരുടെ ഉള്ളിൽ വന്നു. യോഹന്നാന്റെ ഉള്ളിൽ യേശു ഉണ്ടായില്ല, യോഹന്നാന്റെ മുൻപിലായിരുന്നു യേശു. യോഹന്നാന്റെ പുറകെയാണ് വന്നത്, എന്നാൽ യേശു യോഹന്നാന്റെ മുൻപിലെത്തി. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ യേശു നമ്മുടെ ഉള്ളിൽ വന്നു. എത്ര വലിയ പദവിയാണ്. അതുകൊണ്ടാണ് പത്രോസൊക്കെ പറഞ്ഞു, ഞങ്ങളെ നോക്ക്. പൗലോസ് പറഞ്ഞു, ഈ ചങ്ങല ഒഴികിയ സകലത്തിൽ നിങ്ങൾ എന്നെ പോലെ ആകണം. യേശു എന്നിലുണ്ട്. പുതിയ നിയമസഭ അറിയണം, യേശു നമ്മിലുണ്ട്. എത്ര വലിയൊരു പദവിയാണ്. യേശുവിനെ കാണിച്ചു കൊടുക്കണം. നിങ്ങളുടെ ചിരിയുടെ രഹസ്യം എന്താ? നിങ്ങളുടെ സന്തോഷത്തിൻ്റെ രഹസ്യം എന്താ? നിങ്ങൾ കുടുംബമായിട്ട് ആനന്ദിക്കുന്നതിൻ്റെ കാരണം എന്താണ്? യേശു ഞങ്ങളിൽ വസിക്കുന്നു. ഈ ഒരു സന്തോഷം എല്ലാവർക്കും പങ്കുവെക്കാൻ, ചൂണ്ടിക്കാണിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നിങ്ങൾ. യേശുവിനെ ചൂണ്ടിക്കാണിക്കുക. ആരെല്ലാം യേശുവിനെ അനുഭവിക്കുന്നുവോ, രക്ഷിക്കപ്പെടുന്നു, അവരെല്ലാം രക്ഷപ്പെടും. യേശുവിനെ കണ്ടുമുട്ടുന്നവരെല്ലാം അനുഗ്രഹിക്കപ്പെടും. ഈ സദ്വാർത്ത എല്ലാവരോടും പറയുക. പ്രാർത്ഥിക്കാം. യേശു കർത്താവേ, ഇത് കേട്ട ഓരോ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ യേശുവിൽ നിറഞ്ഞു നിന്ന് ഈ യേശുവിനെ പരിചയപ്പെടുത്തുവാൻ, ചൂണ്ടിക്കാണിക്കുവാൻ, എന്നേക്കാൾ വലിയവനെന്ന്, നിങ്ങൾ കണ്ടിട്ടുള്ള എല്ലാ മഹാന്മാരെക്കാൾ അവൻ വലിയവനെന്ന് ഒന്ന് ഉയർത്തി കാണിക്കുവാൻ യോഹന്നാനെ പോലെ എല്ലാവർക്കും കൃപ കൊടുക്കണം. അപ്പോസ്തലന്മാരെ പോലെ കൃപ കൊടുക്കണം. യേശുവിനെ ഉയർത്തുന്നൊരു ജനറേഷൻ എഴുന്നേറ്റ് വരട്ടെ. അതിനുള്ള ആരോഗ്യം, സൗഖ്യം, സമൃദ്ധി, സമ്പത്ത്, വിദ്യാഭ്യാസം, ഭൂമിയുടെ അറ്റത്തോളം യേശുവിനെ ഉയർത്താനുള്ള എല്ലാവിധ ഓപ്പണിങ്ങും ഇവർക്കുണ്ടാകട്ടെ. ഈ കുടുംബങ്ങളെല്ലാം യേശുവിൻ നാമത്തിൽ അഭിവൃദ്ധിപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. കർത്താവിൻ്റെ വലിയ കൃപ നമുക്ക് ഇനി അനുഭവിക്കാം. നാളെ ഇതേ സമയത്ത് കാണാം. ഗോഡ് ബ്ലെസ് യു.